PNG ഇമേജസ് ഒക്കെ വേഗം കോമ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എഡ്ജി വരുന്ന ഇങ്ങനത്തെ വൈറ്റ് ഫിൽസ് എങ്ങനെ വേഗം മാറ്റുന്നത് നോക്കിയാലോ. ഈ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ഡേ 29 ഓഫ് 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. ഇതാണ് നമ്മളുടെ ഇമേജ്. ഇവിടെ ഒരു പെർഫെക്ഷൻ കുറവുണ്ട്. കട്ട് ചെയ്തപ്പോഴും ഈ ഒരു വൈറ്റ് ഫില്ല് പോലെ എന്തോ കിടക്കുന്നുണ്ട്. അതിന് ഇവിടെ ഒരു സെലക്ഷൻ കൊടുത്തു. സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് എന്ത് ചെയ്തു, ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മാസ്ക് ചെയ്തു. മാസ്ക് ചെയ്തതിന് ശേഷം മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ അതിൽ പോയിട്ട് മിനിമം എടുത്തിട്ട് 14 ഇത്രയൊന്നും കൊടുക്കരുത്. ഇത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ഉള്ളിലേക്ക് കയറി പോകും. അപ്പോൾ നമുക്ക് ഒരു 4 കൊടുത്തു നോക്കുക. 4 കൊടുത്തപ്പോൾ ചെറുതായിട്ടുണ്ട്. നമുക്കൊന്ന് 5 കൊടുത്തു നോക്കുക. യെസ്, 5 ഏകദേശം 5 അല്ല 6 ഓക്കെയാണ്. 6 ഏകദേശം ഓക്കെയാണ്. 6 കൊടുത്തപ്പോൾ കട്ടായിട്ടുണ്ട്. ഞാനൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇതായിരുന്നു ബിഫോർ, ഇതായിരുന്നു ആഫ്റ്റർ. എങ്ങനെയുണ്ട്? വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ ഒരു സംഭവം സിമ്പിൾ ആണ്. അപ്പം വലിയ എഫേർട്ടൊന്നും എടുത്ത് കുറെ സെറ്റപ്പിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.